നമ്മുടെ രാജ്യം വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നേ. രാജ്യം വല്ലാതെ പടച്ചവന് നമ്മുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടല്ലാണോ? ഇപ്പൊ വഖഫ് തന്നെ ഒന്ന് ആലോചിക്കേ. എന്താ വഖഫ് എന്ന് പോലും അറിയില്ല ചങ്ങാതിമാരെ. എന്തെല്ലാം വിഷയങ്ങളാ സഹോദര. ഇവിടെ നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞ ആരാന്ന് ചോദിക്കേ. ഓരോ പള്ളികൾ ബാബരി മസ്ജിദ് മുതൽ തുടങ്ങിയതാ. പള്ളിയുടെ താഴെ അമ്പലത്തിന്റെ വിഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞ് തുടങ്ങി. നമ്മൾ മിണ്ടാതെ നടന്നു. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ പള്ളികളും പറഞ്ഞു ബാബരി മസ്ജിദ് മുതൽ തുടങ്ങി ഇന്ന് അജ്മീറിന്റെ അടിവരെ എത്തി നിൽക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഇന്ന് അജ്മീർ ദർഗയുടെ അടിയിൽ പോലും അമ്പലമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ ഓരോ പള്ളി കമ്മിറ്റിക്കാർ ഇപ്പൊ കാത്തിരിക്കണം. എപ്പോഴാ കോടതിയിൽ നിന്ന് പേപ്പർ വരുന്നതെന്ന് അറിയില്ല. ഏത് സമയത്താ കോടതിയിൽ നിന്ന് പേപ്പർ വരുന്നതെന്നറിയില്ല. കാരണം ഇതിനടിയിലുണ്ടെന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് എന്ന് തിരിച്ചു ചിന്തിക്കാത്തതെന്തോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നുവരെ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ താഴെ ഒരു പള്ളിയുടെ മിഹ്റാബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റി കേസെങ്കിലും നമ്മൾ ആരെങ്കിലും കൊടുക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. അതാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്താ ചിന്തിക്കാത്തത്? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വല്ലാത്ത പേടിയാ. നമുക്ക് അള്ളാനൊന്നും പേടിയില്ല. നമുക്ക് പേടി ഇമ്മാരെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാനെ ഓർത്ത അള്ള നമ്മളെ ഓർക്കും. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ തല വെച്ചിട്ട് നബി തങ്ങൾ കിടന്നുറങ്ങുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബി തങ്ങൾ ഞെട്ടി ഉണർന്നു. എന്തേ അബൂബക്കറെ? പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, എന്തേ അബൂബക്കറെ? നബിയെ, ശത്രുക്കൾ മുകളിലെത്തി. അവന്മാരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ച ഈ ഗുഹയ്ക്ക് തടിക്കുന്നുണ്ട്. ഒങ്ങാണം താഴേക്ക് നോക്കിയ നമ്മൾ രണ്ടുപേരെയും പിടിക്കും, കൊന്നുകളയവന്മാര്. നബി തങ്ങൾ ചിരിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചു. നബി തങ്ങൾ ചിരിച്ചു. എന്തേ നബിയെ? ഹേ അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. ആര്? അല്ലാഹ് ഉണ്ട് അബൂബക്കറെ നമ്മുടെ കൂടെ. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഖിയാമത്ത് നാൾ വരെയുള്ള പേടിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമിനോട് അല്ലാഹ് പറയാ, നബിതങ്ങൾ പറയാ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഹേ മനുഷ്യ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ ഏത് സമയത്തും അല്ലാഹനെ ഓർക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അമ്പും വില്ലും തയ്യാറാക്കി നിർത്തിയിരിക്കുക, കെട്ടിയിട്ട്. കാരണം ആ കാണുന്ന തീക്കുണ്ടാരത്തിൽ കൊണ്ടുപോയി ഇടാൻ പറ്റാത്തത് കാരണം വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അമ്പിനകത്ത് എയ്തിട് വിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ കയറ്റി നിർത്തിയിരിക്കുക. അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, നബിയെ, ഒന്ന് അനുവാദം തന്ന ആ തീ അണച്ച് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. ജിബ്രീലിനോട് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എനിക്ക് നിന്റെ സഹായം വേണ്ട. ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. എനിക്ക് എന്റെ റബ്ബുണ്ടല്ലോ, എനിക്ക് അല്ലാഹ് മതി. എന്റെ പ്രിയപ്പെട്ടവരെ, കുലിയാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഒരു രോമം പോലും കരിയാതെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ആ തീക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, നമുക്ക് അല്ലാഹ് മതിയടോ. അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? ബദറില് ന്യൂനപക്ഷമായിരുന്നു. ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ, ഭൂരിപക്ഷം ജയിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ അള്ളാനെ ഓർത്ത് നടക്ക്. അള്ളാനെ ഓർമ്മയുണ്ടാകണം. ആർക്കാ അള്ളാനെ ഓർമ്മയുണ്ടാവുക? നമുക്ക് അള്ളാനെ വല്ലതും അറിയോ? അള്ളാനെ കുറിച്ച് അറിയെങ്കിലും ചെയ്യോ? ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരു കാക്കാനോട് ചോദിക്കുന്ന, കാക്ക, ഒരു അയൽവാസി ഹൈന്ദവന നിന്നോട് ചോദിച്ചു, ഈ അള്ളാന്ന് പറഞ്ഞ ആരാ? നീ പറയും, അള്ളാന്ന് പറഞ്ഞ ഈ ലോകം പടച്ചതല്ല, ഭക്ഷണം തരുന്നവനല്ല, മരിപ്പിക്കുന്നവനല്ല. തീർന്നു, നിന്റെ സീസി തീർന്നു, കഴിഞ്ഞു. അള്ളാനെ കുറിച്ച് പറയാൻ പറഞ്ഞ നമുക്ക് ആകെ അറിയണത് ഇതാ. ഇവിടെ നമ്മൾ അള്ളാനെ ഓർക്കണം, അള്ളാനെ ഭയക്കണം. മക്കളോട് അള്ളാഹയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരു വാപ്പയുടെ കടമയാ മക്കൾക്ക് അള്ളാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൽ.
ഒരു ഉമ്മ വാപ്പയുടെ ഒന്ന് കടമയാണ് മക്കൾക്ക് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നമുക്കറിയില്ലല്ലോ. അള്ളാഹുവിനെ ആർക്കും പേടിയില്ല. അള്ളാഹുവിനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകില്ലായിരുന്നു. അള്ളാഹിനെ ഭയന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആകില്ലായിരുന്നു. ഇന്ന് അള്ളാഹിനെ പേടിയില്ലടോ. ആ പേടിയില്ലാത്തത് കൊണ്ടാണ് പടച്ചവനെ നമ്മൾ ഇങ്ങനായി പോയത്. അള്ളാഹുവേ നിസ്കരിക്കാൻ വയ്യ, ഖുർആൻ ഓതാൻ വയ്യ, തലമറയ്ക്കാൻ വയ്യ. ഇന്ന് പാപം ചെയ്യാ നമുക്ക് പേടിയില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. വീടി വലിക്കുന്നവൻ പോലും ഒളിഞ്ഞു നിന്ന് വലിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. മുണ്ട് മടക്കി കുത്തി നടക്കുന്നവന് ഉസ്താദിനെ കാണുമ്പോ താഴ്ത്തിയിടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നെല്ലാം മാറിയടോ. ഇന്ന് നടുറോഡിൽ നിന്ന് കള്ളു കുടിക്കാൻ നമുക്ക് പേടിയില്ല, കഞ്ചാവടിക്കാൻ പേടിയില്ല, എന്ത് വൃത്തികേടുകൾ ചെയ്യാനും നമുക്ക് പേടിയില്ല. അള്ളാനെ മറന്നു പോയടോ. അള്ളാനെ മറന്നുകൊണ്ട് നടക്കുകയാ. സഹോദരാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഇന്നത്തെ ചെറുപ്പക്കാര് പറയുന്ന ഒരു കാര്യം സിറാജ്, ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ. നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്തിന് വേണ്ടി ജീവിക്കാനുള്ളതല്ല. നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിച്ച് നടക്കുന്ന മക്കളെ എങ്ങനെ വേണമെങ്കിലും നടന്നോടാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. ഉസ്താദിനെ കളിയാക്കിക്കോ, ഉസ്താദിനെ വേദനിപ്പിച്ചോ, എന്തു വേണമെങ്കിലും ചെയ്ത് നടന്നോ. പക്ഷേ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ. ചെറുപ്പക്കാരാ, പെങ്ങളെ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. എന്തു മറന്നാലും അത് മറക്കരുത്, എന്തു മറന്നാലും അത് മറക്കരുത്. ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്താ, ഒന്നാമത്തെ ആയത്താ. ഇനി നിനക്ക് അവസാനത്തെ ആയത്ത് അറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയ ആയത്ത് ഏതെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതല്ലാഹുവിന്റെ ഭീഷണിയാ, ഇതല്ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. സിറാജ്, എവിടെ പോകാനാണ് സിറാജ്? ഓം തോടുന്നതിനൊരു പരിധിയുണ്ടടാ. നീ എവിടെ പോകാനാണ്? നീ എവിടെ ഓടാനാണ്? ഒരിക്കൽ നീ വീഴുമടാ. സിറാജ്, നീ എവിടെ പോയാലും ഓർത്തു വച്ചോടാ, നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, ദീനനുസരിച്ച് ജീവിക്കണേ, മക്കളോട് ദീൻ പഠിപ്പിച്ചു കൊടുക്കണേ, അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കണേ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ. നമ്മൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. പെങ്ങള്, നിങ്ങൾ പറയും, വാഴു പറയുന്ന ഉസ്താദന്മാര് മുഴുവനും ഞങ്ങളെ കുറ്റം പറയുകയാണ്. എവിടെ പോയാലും ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറയല്ലേ പെങ്ങള്. വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാവുമ്മ. നീ നന്നാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നന്നായേ പറ്റൂ, നിങ്ങൾ നന്നായേ പറ്റൂ. നിങ്ങൾ നന്നായാ വീട് നന്നാകും പെങ്ങളെ, നിങ്ങൾ നന്നായേ പറ്റൂ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ കാക്കാമാരെ, ആമീൻ പറ. ആമീൻ പറയാൻ മടിയെന്തെന്നറിയോ? നിനക്ക് തിരിയാഞ്ഞിട്ടാ. എടോ, ഭർത്താവ് എത്ര വലിയ തങ്ങളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഭാര്യ നല്ലവളല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
എടാ ആരുമാകട്ടെ, ആലിമോ തങ്ങളോ നബിയോ ആരും ആകട്ടെ, ഭർത്താവ് നല്ല മനുഷ്യനാ, ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം വലിയ കഷ്ടമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഞാനൊരു നബിയുടെ പേരാ പറഞ്ഞേ. നൂഹ് നബി അലൈഹിസ്സലാം എത്ര കൊല്ലം ദഅവത്ത് നടത്തി? 950 കൊല്ലം രാവിലെ മുതൽ രാത്രി വരെ വഅ്ള് പറഞ്ഞ നബി. അതുപോലെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ വേറെ ഏതെങ്കിലും നബി വഅ്ള് പറഞ്ഞിട്ടുണ്ടോ? നൂഹ് നബിയുടെ വയസ്സ് 950 അല്ല, വയസ്സൊക്കെ കൂടുതലുണ്ട്. ദഅവത്ത് നടത്തിയ പ്രായമാണ് 950. ഈ നൂഹ് നബിയുടെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. ഈ 950 കൊല്ലം വഅ്ള് നടത്തിയ നബിയുടെ ഭാര്യ മുസ്ലിമാണോ? അള്ളാനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. നൂഹ് നബി അലൈഹിസ്സലാം തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം ഉണ്ടായപ്പോ കപ്പലിൽ ഇങ്ങനെ പോകുന്നുണ്ട് വിശ്വാസികളുമായിട്ട്. അപ്പോഴാ മോൻ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്നു. നൂഹ് നബി വിളിച്ചു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, അല്ലാടാ അതാവാടാ, മര്യാദക്ക് നീ കേറ്. എടാ നീ ഇന്ന് മരിച്ചു പോകും, ഇത് അല്ലാടെ അദാബാ. എന്റെ പൊന്നുമോ വാപ്പച്ചി പറയണ കേക്ക്, ഈ കപ്പലിൽ കയറി രക്ഷപ്പെടും. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ. എടാ ഇന്ന് അല്ലാഹുവിന്റെ തീരുമാനമാ മോനെ, മര്യാദയ്ക്ക് ഉപ്പ പറയണ കേക്ക്. എന്റെ പൊന്നുമോൻ കയറി ഉപ്പാന്റെ കൂടെ. വാപ്പയുടെ പടി നോക്കിക്കള്ളേ, ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും. കണ്ണിന്റെ മുമ്പിൽ കിടന്നു മരിച്ചടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരുടെ മോൻ? ആരുടെ മോൻ? 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ മോൻ ലൂത്ത് നബി അലൈഹിസ്സലാം. അതും പ്രവാചകനാ. ആ പ്രവാചകന്റെ ഭാര്യ അള്ളാഹനെ വിശ്വാസം ഇല്ലാത്തവളായിരുന്നു. മക്കളും പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ പറഞ്ഞേ, നീ വലിയ മലക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ഭാര്യയും മലക്കാകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി പറ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യിലാ നിന്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകുന്നേ? മലക്കിന്റെ കയ്യിലാ? ആരുടെ കയ്യിലാ ഏൽപ്പിച്ചിട്ട് പോണേ? നിന്റെ ആമിന അടുത്ത്. ആമിന നല്ലവളല്ലെങ്കിലോ മൊബൈല് കൊടുത്തിട്ട് മോളോട് പറയും, റീൽസ് എടുക്ക്, ഞാൻ ആടാന്ന്. ഇങ്ങനെ ഉമ്മ മോളുടെ കൈ ഫോൺ കൊടുത്തിട്ട് പറയും റീൽ എടുക്കാൻ. എന്നിട്ട് ഉമ്മ ഇങ്ങനെ ആടും, മോള് പിടിക്കും. കുറച്ച് കഴിയുമ്പോ മോള് പറയും, ഇനി ഉമ്മ പിടിക്കും, ഞാൻ ആടാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഇതുകൊണ്ടാ പറഞ്ഞ പെണ്ണെ, നീ നന്നായേ പറ്റൂ. നീ നന്നായാ നിന്റെ ഭർത്താവ് നന്നാകും. ഒരു പെണ്ണ് വിചാരിച്ച എത്ര വൃത്തികെട്ടവനാണെങ്കിലും തന്റെ ഭർത്താവ്, ഇവിടെ എന്താ പറയാ ഭർത്താവിന്? പുതിയാപ്പള, മാപ്പിളയാ. നിങ്ങളുടെയൊക്കെ ഭാര്യമാരെന്താടോ വിളിക്കണേ? ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നില്ലേ? ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഭാര്യ വിളിക്കുന്ന, എടാ ഇങ്ങെടുക്കടാ, എടാ ഇങ്ങെടുക്കടാ. കാരണം പ്രേമിച്ച് കെട്ടിയതാ. എടാ വാടാ പോടാ. പ്രേമിച്ച് കെട്ടിയതായതുകൊണ്ട് എടാ വാടാ പോടാ, എടാന്നാ ഭർത്താവിനെ വിളിക്കണേ. ചില പെണ്ണുങ്ങൾ പിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലാ, ഭർത്താവിന്റെ പേര് വിളിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. ഭർത്താവിന്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളില്ലേ? അബൂബക്കറെ, പാപ്പാനെ എന്താ വിളിക്കണ നീ? നിന്റെ ഉമ്മാന്റെ പേര് ആമിന എന്നാ, നീ ആമിന ഉമ്മ, ആമിന ഉമ്മ എന്നാ വിളിക്കണേ? അബൂബക്കർ വാപ്പ, അബൂബക്കർ വാപ്പ എന്നാ വിളിക്കണേ? എന്റെ പൊന്നാര താത്ത, അള്ള ചിലർക്ക് ചില സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കും. എന്റെ പേര് സിറാജ്, എന്റെ മോൻ സിനാ കാണുമ്പോ സിറാജ് വാപ്പ, സിറാജ് വാപ്പ എന്ന് വിളിക്കണ്ട. എടാ ഒന്നീ നീ വാപ്പാന്ന് വിളി, ഇല്ലെങ്കിൽ അബൂബക്കറേത് വിളി. രണ്ടും കൂടെ എന്തിനാ? ഉപദേശിക്ക. രണ്ടും കൂടെ എന്തിനാ? അള്ളാഹു ഉപദേശിക്കുമാറാകട്ടെ. എന്തിനതൊക്കെ? കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. അതെങ്ങനെ? നിന്നെ കണ്ടാ നിന്റെ മോൻ വളരുന്നേ, അവൻ ഗെയ്സ് 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 എന്നാ പറഞ്ഞ അടക്കാം. എല്ലാം ഇത്രയേ ഉള്ളു, ഗെയ്സ് ഗെയ്സ്. എല്ലാത്തിനും യൂട്യൂബ് ചാനലൊക്കെ അപ്പൊ എല്ലാം ഗെയ്സിന്റെ പുറകിൽ. പിന്നെ ചെറുപ്പക്കാർ ഒരു സ്റ്റെപ്പ് കൂടെ മുകളില്ല. ഞാൻ ഈ വഴുത് കഴിഞ്ഞ് പോകുമ്പോ തട്ടുകടയിൽ കയറും വല്ലതും തിന്നാൻ. കാരണം നമ്മുടെ അവസ്ഥ അങ്ങനാ. കാരണം വഴുതിന് വരുമ്പോ തിന്നാനിരിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ വന്ന് ഫോട്ടോ എടുക്കുക. ഈ തിന്നുന്ന ഫോട്ടോ എടുത്തിട്ട് എന്ത് കിട്ടാനാ? എടാ തിന്നത്തും ഇല്ല, തിന്നാൻ പെടത്തുമില്ല. അല്ലെങ്കിൽ എല്ലാം കൂടെ നിന്നിട്ട് പറയും, ഇന്ന ഉസ്താദ്, ഇന്ന ഉസ്താദ് എന്ന്. അവസാനം മിണ്ടാതെ എഴുന്നിട്ട് പോകും. ഇപ്പൊ വഴുത് കഴിഞ്ഞ് പോകുമ്പോ എനിക്ക് തട്ടുകടയിൽ കയറും. അപ്പൊ ഞാൻ ഒരിക്കൽ തട്ടുകടയിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുത്ത എൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. ബ്രോയ്ക്ക് എന്ത് വേണമെന്ന്. നമ്മൾ ബ്രോയായി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
അങ്ങനെ പറഞ്ഞ എന്താ അതിനർത്ഥം? ബ്രോ എന്ന് പറഞ്ഞ എന്താ? ഓ സഹോദരൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഈ കണക്കിനാണെങ്കിൽ ഇത്തിരി കഴിയുമ്പോൾ ഇവന്മാരെന്ത് വിളിക്കുമെന്ന് അള്ളാഹിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ പെണ്ണുങ്ങൾ വിചാരിച്ച ഏത് മനുഷ്യനെയും നന്നാക്കാൻ പറ്റും. ഒരു പെണ്ണ് വിചാരിച്ച എല്ലാരും നന്നാകും. നിന്റെ ഭർത്താവിനെ നന്നാക്കാൻ നീ വിചാരിച്ചാൽ മതി. അപ്പൊ നീ എന്നോട് എന്റെ പൊന്നു സിറാജ്, എന്നിട്ട് എന്താ എന്റെ ഇക്ക നന്നാകാത്തത്? എന്നിട്ട് എന്താ എന്റെ ഇക്ക നന്നാകാത്ത? നീ നിന്റെ പരിശ്രമം നിർത്തിയത് കൊണ്ടാ. നീ വഴുതു പറയുന്നത് കുറയ്ക്കരുത്, പറഞ്ഞുകൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും ചങ്ങാതി നന്നാകും. പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ മക്കള് നല്ലവരാകും. എടോ, നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ ഉസ്താദ് പറയും 4 കാര്യങ്ങൾ വേണം പരിഗണിക്കേണ്ടത്. 1 സമ്പത്ത്, 2 സൗന്ദര്യം, 3 കുടുംബം, 4 ദീന്. ഈ 4 കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. എന്നിട്ട് അവസാനം പറയുന്നു ഫളുഫറു ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ വേണം കെട്ടേണ്ടത്. സമ്പത്തായിന്ന് എല്ലാരും നോക്കണത്. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, പൈസ ഉണ്ടെങ്കിൽ കെട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൈസ ഉണ്ടോ കുഴപ്പമില്ല, അങ്ങനല്ല. ഇവിടെ സൗന്ദര്യമോ സമ്പത്തോ കുടുംബ മഹിമയോ അല്ല, ദീനുണ്ടാകണം. ദീനുള്ള പെണ്ണിനെ കെട്ടണം. എന്താണെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരട്ടെ. ഈ ദീനുള്ള പെണ്ണിനെ കിട്ടിയാലുള്ള പ്രയോജനം ഞാൻ പറഞ്ഞുതരാം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദീനുള്ളതിന് വേണം കെട്ടാൻ. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഉദാഹരണം ഞാൻ പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ ഖലീഫയായിരിക്കുമ്പോ ഇറങ്ങി നടക്കും. അങ്ങനെ ഇങ്ങനെ നടന്ന് അവസാനം വെളുപ്പാങ്കാല സമയമായി ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുന്നു. ഞാനും കൂടെ ഇരുന്നാലോ? വേണ്ട സാറേ, നിന്ന പൊതുവലെങ്കിലും കിട്ടട്ടെ, അതല്ലേ കാണത്തുള്ള അവസാനം. അള്ളാഹു നാളെ പരലോകത്ത് നിന്ന് ബുദ്ധിമുട്ടുന്നവരെ തൊട്ട് അള്ളാഹു എന്നെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. അപ്പൊ രാത്രി നോക്കുമ്പോ ഉമ്മായും മകളും കൂടെ, സഫീർ ഇരുന്നോടെ, ഉമ്മായും മകളും കൂടെ വല്ലാത്ത വഴക്ക്. അപ്പൊ ഉമർ തങ്ങൾ നോക്കി, എന്താ പ്രശ്നം പടച്ചവനെ, വഴക്ക് കൂടുന്ന എന്താ? അപ്പൊ ഒളിഞ്ഞു കേട്ടതൊന്നുമല്ല, ഒന്ന് യാദൃശികമായി നിന്നതാ. അപ്പൊ ഉമ്മ മകളോട് പറയുന്നു, പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ, പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്ക്. അപ്പൊ മകൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇത് പാവമല്ലേ, പാലിൽ വെള്ളം കലർത്തി വിൽക്കുന്നത് ചതിയ പാവവാ, ഞാൻ ചെയ്യത്തില്ല ഉമ്മ. അപ്പൊ ഉമ്മ പറയാ, നീ വലിയ തങ്ങളൊന്നാവണ്ട, ഒഴി മര്യാദക്ക്, നിന്നോട് ഞാൻ പറയണ കേട്ട് നീ പാലിൽ വെള്ളം ഒഴിക്കടി, പാലിന്റെ അകത്ത് നീ വെള്ളം കലർത്ത്. ഉമ്മ മകളോട് പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മച്ചി, ഉമർ തങ്ങളെ രാജ്യം ഭരിക്കണ ഖലീഫ ഉമർ എങ്ങാണ് അറിഞ്ഞ നമ്മളെ 2 എണ്ണത്തിനെയും വെറുതെ വിടത്തില്ല, ഞാൻ പാലിൽ വെള്ളം ഒഴിക്കൂല. ഉടനെ ഈ തള്ള പറയുക, ഉമർ വീട്ടിൽ കിടന്ന് ഉറങ്ങാം, ഓൻ എങ്ങനെ അറിയാനാ? ഇപ്പൊ ഖലീഫ ഉമർ നീ പാലിൽ വെള്ളം ഒഴിക്കുന്ന കാത്തു കിടക്കാം, ഓൻ വീട്ടിൽ കിടന്നുറങ്ങാ, നീ മര്യാദയ്ക്ക് ഒഴിക്ക്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, ഉമ്മ, ഖലീഫ ഉമർ ഉറങ്ങുമായിരിക്കും, ഉമർ കാണുന്നില്ലായിരിക്കും, പക്ഷെ അല്ല കാണുന്നുണ്ട് ഉമ്മ. ഒരൊറ്റ പറച്ചിലാ പറഞ്ഞേ, ഉമ്മച്ചി അല്ല കാണുന്നുണ്ട്, അല്ല ഉറങ്ങുന്നില്ല, ഞാൻ പാലിൽ വെള്ളം ഒഴിക്കൂല. ഉമർ തങ്ങൾ ഇതങ്ങ് വല്ലാതെ കണ്ണ് നിറഞ്ഞു പോയി. ഉമർ തങ്ങളുടെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളോട് പറഞ്ഞു, ആ പെൺകുട്ടി ആരാണെന്നൊന്ന് പോയി അന്വേഷിക്കാൻ. അങ്ങനെ ഒരാളെ പറഞ്ഞു വിട്ടു. ആ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ ഈ പെണ്ണൊരു യതീമായ പെൺകുട്ടിയാ, ചെറിയ പെണ്ണ, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, ഒരു യതീമായ മോള. ഈ ഉമ്മയും നല്ലവള, വിധവയാ, നല്ലവള. പിന്നെ പാലിന് വെള്ളം ഒഴിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താ? ഇവർക്കൊരു ഒട്ടകമുണ്ട്, ആ ഒട്ടകത്തിന്റെ പാലാണ് ഇവരുടെ ആകെ ആശ്രയം. ഈ പാല് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവര് കഴിയുന്നത്. അപ്പൊ ഒരാഴ്ചയായിട്ട് വീട്ടിൽ ഈ ഒട്ടകത്തിന് പാലില്ലാത്തത് കാരണം പട്ടിണിയാ വീട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാഴ്ചക്ക് ശേഷം ഇത്തിരി പാല് കിട്ടിയപ്പോ ഉമ്മ പറഞ്ഞു, ഇതിനകത്ത് വെള്ളം കലർത്തി കൊടുത്താൽ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ, വിശന്നിട്ടാ മോളെ, നീ മര്യാദക്ക് ഇത്തിരി വെള്ളം ഒഴിക്ക്. അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത് അല്ല ഉണ്ടെന്നോ. ഉമർ തങ്ങൾ ഇത് അറിഞ്ഞു. ഉമർ തങ്ങൾ നേരെ വീട്ടിൽ ചെന്ന്, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, പ്രസിഡന്റാ, തന്റെ 2 ആൺമക്കളും കല്യാണം കഴിച്ചിട്ടില്ല, 2നെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ, ഒരു പണമൊന്നുമില്ല, വലിയ കുടുംബമൊന്നുമില്ല, ഒരു യതീമായ ഒരു പെണ്ണുണ്ട്, പക്ഷെ അവളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ല ഉണ്ട്, എനിക്ക് കെട്ടണമെന്നുണ്ട്.
എനിക്ക് തന്നെ ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായം ചെന്നത് കാരണം എനിക്ക് പറ്റൂല. മക്കളെ, നിങ്ങളിൽ ആരാടാ കെട്ടുന്നേ? ഉമർ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞ 1000 കോടീശ്വരന്മാര് വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കും. പക്ഷെ ഉമർ തങ്ങൾ തന്റെ മക്കളോട് ചോദിച്ചു, പണമില്ല, തറവാടില്ല, കൊട്ടാരമില്ല, വാപ്പയില്ല, ഒരു യതീമായ മോളടാ, ദാരിദ്ര്യം അവർക്ക്, അത്രയും പട്ടിണിയാ. പക്ഷെ ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹ് ഉണ്ട്. ആരാ കെട്ടുന്നേ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം ബാപ്പ.